തൃശൂർ മലക്കപ്പാറ അരേക്കാപ്പ് ഉന്നതികളുടെ പുനരധിവാസത്തിൽ വനംവകുപ്പിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ആദിവാസികൾ. വനംവകുപ്പ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്നാണ് അവരുടെ പരാതി. 2018 പ്രളയത്തെ തുടർന്ന് മാറ്റിപ്പാർപ്പിക്കൽ നടപടി ആരംഭിച്ചതാണ്. സൂരജ് സജി ചേരുന്നു വിവരങ്ങളുമായി. പറയൂ സൂരജ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എത്രമാത്രം ദുരിതത്തിലാണ് ഈ വീരാൻകുടി അരേക്കാപ്പ് ഊരിലെ ആളുകൾ ജീവിക്കുന്നതെന്നുള്ളത്. ഈ പുലിയടക്കം എത്തി അവിടെ ഈ കുടിലിൽ കിടന്നുറങ്ങുന്ന കുട്ടികളെ അടക്കം കടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യം, ജീവിതം ഒട്ടും തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഒരു പരസ്യ സമരവുമായി ഇവർ രംഗത്തെത്തുന്നത്. ഇവർ പറയുന്നത് ഈ ചാലക്കുടി DFOയുടെ നിലപാടാണ് തങ്ങൾക്ക് ഈ ഭൂമി ലഭ്യമാകാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. മാരാങ്കോട് ഇവർക്ക് വേണ്ടിയുള്ള ഭൂമി, അതായത് 47 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ 47 കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂമി കണ്ടെത്തുകയും അത് വേർതിരിച്ച് അതിർത്തി കല്ലുകൾ അടക്കം സ്ഥാപിക്കുകയും ചെയ്തതാണ്. ജൂൺ 15-ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചാലക്കുടി DFO ഇതിൽ ഒരു തടസ്സവാദവുമായി രംഗത്തെത്തുന്നത്. ഇതോടുകൂടി വനംവകുപ്പ് ഇവരുടെ പുനരധിവാസ പദ്ധതികൾ നിർത്തിവെക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർ ഒരു സമരവുമായി രംഗത്തെത്തുന്നത്. DFOയുടെ അടക്കം നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അരേക്കാപ്പ് ഊരുമൂപ്പനായിട്ടുള്ള അനിൽ നമ്മളുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരം വേണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് 3 വകുപ്പുകൾ തീരുമാനിക്കേണ്ടതാണ്. റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ ട്രൈബൽ വകുപ്പും വനംവകുപ്പും ചേർന്ന് കൂടിയാലോചിച്ചാൽ മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അത്തരം ഒരു പരിഹാര നടപടികളിലേക്ക് ഇതുവരെയും മന്ത്രിതലത്തിൽ കടക്കുകയും ചെയ്തിട്ടില്ല. താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.